വിഴിഞ്ഞം തുറമുഖ സമരത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകവും വേദനാജനകവുമാണെന്ന് സമരസമിതി ആരോപിച്ചു. സമിതി ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കാതെ 6 നടപ്പാക്കി എന്ന് പറയുകയും അന്യായമായ നിയമ പോലീസ് നടപടികൾ കൊണ്ട് സമരത്തെ അടിച്ചമർത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സമിതി ആരോപിച്ചു. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി സമരത്തിനെതിരെ പ്രതികരിച്ചത്. സമിതി ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ 6 അംഗീകരിച്ചതാണെന്നും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ പരിധിക്കപ്പുറമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ടും സമിതി സമരം തുടരുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ സമരസമിതി പ്രസ്താവനയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. തീരദേശവാസികൾ വിഴിഞ്ഞം തുറമുഖത്തിന് എതിരാണെന്ന പ്രസ്താവന തെറ്റിദ്ധാരണാജനകവും വേദനാജനകവുമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തിന്റെ ബഹിരാകാശ സ്ഥാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പള്ളിയും സ്ഥലവും ഞങ്ങളുടെ പൂർവികരുടെ ഓർമ്മകൾ സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയും വൈദിക മന്ദിരവും വിട്ടുകൊടുത്തവരാണ് ഞങ്ങൾ. കൂടാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിനും ടൈറ്റാനിയം ഫാക്ടറിക്കും കിടപ്പാടങ്ങൾ ഒഴിഞ്ഞുകൊടുത്തവരാണ്. ആ ജനങ്ങളെ പൊതുജനത്തെ കൊണ്ട് വികസന വിരോധികളായി മുദ്രകുത്താൻ നടത്തുന്ന ശ്രമം ശരിയായ നടപടിയല്ല. തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിർമ്മാണം നിർത്തിവെച്ച് ഞങ്ങളുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പഠനത്തിന് വിധേയമാക്കുകയും മറ്റ് 6 കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങളിൽ ന്യായവും യാഥാർത്ഥ്യബോധവുമുള്ള ഒരു തീരുമാനം പോലും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച 6 കാര്യങ്ങളിൽ തീരുമാനമായി എന്ന് പറയുന്നതും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർക്കെതിരെ അന്യായമായ നിയമ പോലീസ് നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനും അടിച്ചമർത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം നടപടികൾ ഉപേക്ഷിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ മുന്നോട്ട് വരേണ്ടതെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.